മറ്റു വാർത്തകളിലേക്ക്. മുട്ടിൽ മരമുറി, മാംഗോ ഫോൺ തട്ടിപ്പ് തുടങ്ങിയ വാർത്തകൾ നീക്കണമെന്ന ഹർജിയിൽ റിപ്പോർട്ടർ ടിവിക്ക് തിരിച്ചടി. ബംഗളൂരു സിറ്റി സിവിൽ സെഷൻസ് കോടതി റിപ്പോർട്ടർ ടിവിക്ക് 10,000 രൂപ പിഴയിട്ടു. ഹർജിക്കാർക്ക് ദുരുദ്ദേശമെന്ന് കോടതി നിരീക്ഷിച്ചു. വാർത്തകൾ പുനഃസ്ഥാപിക്കാമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. വിവിധ മാധ്യമങ്ങളുടെ 994 ലിങ്കുകൾ റിമൂവ് ചെയ്യാനാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. വിമർശനങ്ങളുമായി കോടതി കൃത്യമായി ഇതിനെ നിരീക്ഷിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടർ ടിവിയുടെ ആവശ്യം അനാവശ്യമാണെന്നും കോടതി നിരീക്ഷിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, റിപ്പോർട്ടർ ടി വി അവർക്കെതിരായി, പ്രത്യേകിച്ചും അതിൻ്റെ മുതലാളിമാർക്കെതിരായി വന്നിട്ടുള്ള വാർത്തകളെല്ലാം നീക്കം ചെയ്യണമെന്ന ഒരാവശ്യമാണ് ബംഗളൂരുവിലെ കോടതിക്ക് മുമ്പിൽ വെച്ചത്. പക്ഷേ കോടതി ഇത് നിരാകരിക്കുന്നു. റിപ്പോർട്ടർ ടി വിക്ക് പിഴയും ചുമത്തുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ മിഥുൻ അയ്യപ്പൻ. റിപ്പോർട്ടർ ടി വിയുടെ ഉടമകളായിട്ടുള്ള റിപ്പോർട്ടർ ടി വിയുടെ മാനേജിംഗ് ടീമിലുണ്ടായിരുന്ന അഗസ്റ്റിൻ സഹോദരന്മാർ, ആ അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ ഉണ്ടായിരുന്ന വിവിധ കേസുകളുടെ വാർത്തകൾ നീക്കം ചെയ്യണമെന്നായിരുന്നു റിപ്പോർട്ടർ ടിവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിൽ മുട്ടിൽ മരമുറി കേസുണ്ടായിരുന്നു, അതുപോലെ തന്നെ മാംഗോ ഫോണുമായി ബന്ധപ്പെട്ട തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളെല്ലാം നീക്കം ചെയ്യണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ഏതാണ്ട് 18ഓളം വിവിധ മാധ്യമ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വ്യക്തികളും മറ്റ് സ്ഥാപനങ്ങളുമെല്ലാമായി 18ഓളം പേരെ എതിർകക്ഷികളാക്കിക്കൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത്. ബംഗളൂരു സിറ്റി സിവിൽ കോടതിയിലേക്കായിരുന്നു ഈ കേസ് പരിഗണിച്ചത്. ഈ ആദ്യഘട്ടത്തിൽ കേസ് പരിഗണിച്ച സമയത്ത് താൽക്കാലിക നടപടി എന്ന വണ്ണം ഈ ലിങ്കുകൾ നീക്കം ചെയ്യാൻ കോടതി ഉത്തരവിട്ടിരുന്നു. അതൊരു ഇടക്കാല ഉത്തരവായിരുന്നു. അതിനെതിരെ അതുമായി ബന്ധപ്പെട്ട കേസ് വാദം പുരോഗമിക്കെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത കോടതി വരുത്തുകയാണ് ചെയ്തത്. നേരത്തെ ഇടക്കാല ഉത്തരവ് തിരുത്തുകയും പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ആ പുതിയ ഉത്തരവ് പ്രകാരം റിപ്പോർട്ടർ ടി വിക്ക് 10,000 രൂപ പിഴയിട്ടിരിക്കുകയാണ്. പ്രധാനമായും പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ എതിർകക്ഷികളായിട്ടുള്ള മാധ്യമങ്ങൾ തങ്ങൾ ഇത്തരത്തിൽ വാർത്തകൾ നൽകിയത് യഥാർത്ഥ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ അന്വേഷണ റിപ്പോർട്ടിൻ്റെയും കോടതി വിധികളുടെയും എല്ലാം അടിസ്ഥാനത്തിലാണ് തങ്ങൾ വാർത്ത നൽകിയത് എന്നുള്ള കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് പോയത്. പക്ഷേ ഇത്തരത്തിൽ കോടതിയിൽ നിന്ന് ഈ ഹർജി പിൻവലിക്കാനുള്ള നീക്കം റിപ്പോർട്ടർ ടി വി നടത്തിയിരുന്നു. പക്ഷേ അങ്ങനെ ഇത്തരത്തിലുള്ള നീക്കത്തിൽ പിഴയിട്ടുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള വാദം എതിർകക്ഷികളുടെ വാദം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ 10,000 രൂപ പിഴയിട്ട് റിപ്പോർട്ടർ ടി വിക്കെതിരെ ബംഗളൂരു സിറ്റി സിവിൽ കോടതി മുട്ടിൽ മരമുറി, മാംഗോ ഫോൺ തട്ടിപ്പ് തുടങ്ങിയ വാർത്തകൾ നീക്കണമെന്ന ഹർജിയിൽ റിപ്പോർട്ടർ ടി വിക്ക് തിരിച്ചടി വന്നിരിക്കുന്നു. ബംഗളൂരു സിറ്റി സിവിൽ സെഷൻസ് കോടതിയാണ് റിപ്പോർട്ടർ ടി വിക്ക് 10,000 രൂപ പിഴയിടുകയും ചെയ്തത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.